സ്നേഹരാഗം ഭാഗം 32. നന്ദന എഴുന്നേൽക്കുന്നില്ലേ? സമയം ഒരുപാടായി. ലേഖ അവളെ വിളിക്കുമ്പോൾ നന്ദന നല്ല ഉറക്കത്തിലായിരുന്നു. അവൾക്ക് ഈയിടെയായി നല്ല ക്ഷീണമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് തന്നെ അവൾ ആകെ ക്ഷീണിതയായി കാണപ്പെട്ടു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി ലേഖ അവളുടെ ഉറക്കം തടസ്സപ്പെടുത്തിയില്ല. നന്ദന മെല്ലെ എഴുന്നേറ്റു. എഴുന്നേൽക്കുമ്പോൾ അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 8:45 ആയിരിക്കുന്നു. കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവൾ തൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തിരുന്നു. അഞ്ജുവിനെയും അജിതയെയും കാണാൻ പറ്റാത്തത് മാത്രമായിരുന്നു അവളുടെ സങ്കടം. ഇടയ്ക്കൊക്കെ അവരെ വിളിക്കാറുണ്ട്. മിക്കപ്പോഴും വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുമുണ്ട്. അവൾ മുടി മുകളിലേക്ക് കെട്ടിവെച്ച് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് കുളി കഴിഞ്ഞ് ലേഖ ഇറങ്ങി വരുന്നത്. എണീറ്റോ? നന്ദനയെ കണ്ടപ്പോൾ ലേഖ ചോദിച്ചു. ഇത്തിരി വൈകി, നന്ദന പറഞ്ഞു. ബ്രഷ് ചെയ്യുന്ന കാര്യമോർത്തപ്പോൾ നന്ദനയ്ക്ക് ബ്രഷ് ചെയ്യാനേ തോന്നിയില്ല. ഇപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയം മുഴുക്കെ അവൾക്ക് ഛർദ്ദിക്കാൻ വരും. അവളുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ കരുത്ത് പകരുന്നത് അവളുടെ ഉള്ളിലെ ജീവനാണ്. അത് ആലോചിക്കുമ്പോഴാണ് അവൾക്ക് ജീവിക്കാനുള്ള ആശ നൽകുന്നത്. കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ആ ജീവൻ്റെ കരുത്തുമായാണ് അവൾ ജീവിക്കുന്നത്. ടൗണിലെ ഹോസ്പിറ്റലിലുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. അയൺ ഗുളികയും വിറ്റാമിൻ ഗുളികയും കൊടുത്തിട്ടുണ്ട്. നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ അവളോട് ഡോക്ടർ ഉപദേശിച്ചിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാത്തത് കൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലായിരുന്നു. അവൾക്ക് നല്ല വായനാശീലമുണ്ട്. ലേഖ ഓഫീസിൽ നിന്നും വരുമ്പോൾ അവൾ ലൈബ്രറിയിൽ നിന്നും പുസ്തകം കൊടുക്കാറുണ്ടായിരുന്നു. ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്ന പഥേർ പാഞ്ചാലിയുടെ ബുക്കെടുത്ത് അവൾ വായിക്കാനായിരുന്നു. ലേഖ ഓഫീസിൽ പോയാൽ പിന്നെ നന്ദന തനിച്ചായതുപോലെ തോന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പുസ്തകം വായിച്ച് സമയം കളയും. പുസ്തകമെടുത്ത് വായിക്കാനിരുന്നപ്പോഴാണ് വാർഡൻ വാതിൽക്കലെത്തിയത്. നന്ദന, തനിക്കൊരു വിസിറ്റർ ഉണ്ട്. കണ്ണട ശരിയാക്കി വയ്ക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു. തൻ്റെ അസുഖം ഭേദമായില്ലേ? അവർ ഗൗരവത്തിൽ ചോദിച്ചു. കുറവുണ്ട്, അവൾ പതിയെ പറഞ്ഞു. താൻ വയ്യാത്തത് കൊണ്ടാണ് ലീവെടുത്തിരിക്കുന്നത് എന്നാണ് അവൾ വാർഡനോട് പറഞ്ഞിരിക്കുന്നത്. ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. താൻ വേഗം അങ്ങോട്ട് ചെല്ല്, വാർഡൻ പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു നടന്നു. ആരാണ് തന്നെ കാണാൻ വന്നിട്ടുണ്ടാവുക? ദേവേട്ടനായിരിക്കുമോ എന്നവൾ ചിന്തിച്ചു. പുസ്തകം മടക്കി വെച്ച് അവൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. വിസിറ്റിംഗ് ഏരിയയിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട ആളെ കണ്ട് അവളുടെ ഹൃദയം വിങ്ങി. അനിതയും നീതവുമായിരുന്നു അത്. അമ്മയെ കണ്ടപ്പോൾ ഒരു കരച്ചിൽ അവളുടെ തൊണ്ടക്കുഴിയിലെത്തി. വിങ്ങൽ മനസ്സിൽ മറച്ചുകൊണ്ട് അവൾ അമ്മയുടെ അരികിലെത്തി. നീ ആകെ ക്ഷീണിച്ച് കോലം കെട്ടുപോയല്ലോടി, അനിത അവളോടായി പറഞ്ഞു. നീതവിനും ചേച്ചി നന്നായി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നി. അമ്മയായിരുന്നോ? വാ, നമുക്ക് മുറിയിലേക്ക് പോകാം. ഞാൻ കരുതി ദേവേട്ടനായിരിക്കുമെന്ന്. അവൾ ശരിക്കും അനിത വരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. അവൾ അമ്മയെയും കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം മൂവരും നിശബ്ദരായിരുന്നു. ചേച്ചി എന്താ ഇപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് പോകാത്തത്? നിശബ്ദതയെ ഇല്ലാതാക്കിക്കൊണ്ട് നീതു ചോദിച്ചു. പ്രകാശിൽ നിന്നും തനിക്കനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെല്ലാം നന്ദന അവരോട് പറയണോ എന്ന കാര്യത്തിൽ ആദ്യം ഒന്ന് മടിച്ചു. പിന്നെ അവൾ എല്ലാം തുറന്നു പറഞ്ഞു. പ്രകാശിൻ്റെ ക്യാബിനിൽ വെച്ച് തനിക്കേൽക്കേണ്ടി വന്നതെല്ലാം അവൾ തുറന്നു പറഞ്ഞു. അവരോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിൽ വലിയ ഒരു ഭാരമിറക്കി വെച്ചതുപോലെയായി. ഒരുപാട് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ഇനി എന്തായാലും ചേച്ചി അങ്ങോട്ട് പോകണ്ട. ജോലി റിസൈൻ ചെയ്തത് നന്നായി, അവൾ പറഞ്ഞു. അനിതയ്ക്ക് എന്ത് പറയണമെന്നറിയാതെയായി. ജോലിയൊന്നുമില്ലാതെ എങ്ങനെ നിനക്കിവിടെ കഴിയാൻ പറ്റും? ഹോസ്റ്റൽ ഫീ കൊടുക്കണ്ടേ? ബാക്കി ചെലവുകളും ഇല്ലേ? നീ വീട്ടിലേക്ക് പോര്, അനിത പറഞ്ഞു. അതെ ചേച്ചി, ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ചേച്ചി വരണം, അവൾ പറഞ്ഞു. ഇല്ല മോളെ, ഞാനിപ്പോൾ വന്നാൽ ശരിയാകില്ല, നന്ദന പറഞ്ഞു. നീ കോളേജിൽ പോകുന്നില്ലേ? ഇന്ന് ലീവാണോ? നന്ദന ചോദിച്ചു. എക്സാം ആകാറായി, ഒരുപാട് പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തു, അവൾ പറഞ്ഞു. അവർ സംസാരിക്കുന്നതിനിടയിൽ നേരം പോയതറിഞ്ഞതേയില്ല. വാ, നമുക്കൊരു ചായ കുടിക്കാം, നന്ദന പറഞ്ഞു. ഊണിൻ്റെ നേരമാകാറായി, അനിത പറഞ്ഞു. ശരിയാ, അപ്പോഴാണ് സമയം 12:30 കഴിഞ്ഞ കാര്യം നന്ദന ഓർത്തത്. മെസ്സിൽ ചോറ് റെഡിയായിട്ടുണ്ടാകും. വാ, നമുക്ക് പോയി കഴിക്കാം, നന്ദന പറഞ്ഞു. വേണ്ട, വീട്ടിൽ പോയിട്ട് കഴിക്കാം, അനിത അവളോടായി പറഞ്ഞു. എന്നാൽ നന്ദനയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി അവർ പോയി. ഇലയിട്ട് മെസ്സിലെ ചേച്ചി വന്ന് ചോറ് വിളമ്പി.
സാമ്പാറും ഉപ്പേരിയും മോരും ഒഴിച്ചുകറിയും എല്ലാം ഉണ്ട്. അവർ കഴിക്കാൻ തുടങ്ങി. നീ നിന്റെ തീരുമാനം മാറ്റുന്നില്ലേ? അനിത ചോദിച്ചു. ഞാൻ വരാം അമ്മേ, ഇപ്പോഴല്ല. എന്തായാലും എനിക്കൊരു വേറെ ജോലി അന്വേഷിക്കണം. അത് തരപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വരാം, അവൾ പറഞ്ഞു. നന്ദനയ്ക്കിപ്പോൾ പല കറികളുടെയും മണം ഇഷ്ടമല്ലായിരുന്നു. അവിയലിൽ നിന്നും കുറച്ചെടുത്ത് വായിലിട്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഓക്കാനിക്കാൻ വന്നു. പിടിച്ചു നിർത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവൾ വാ പൊത്തിക്കൊണ്ട് ടേബിളിൽ നിന്നും എണീറ്റു. അനിതയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പ്രവൃത്തി കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ കൊള്ളിയാൻ മിന്നി. സ്ത്രീകൾക്ക് എല്ലാം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും, പ്രത്യേകിച്ച് ഒരമ്മയ്ക്ക്. ഊണ് മതിയാക്കി മെസ്സിൽ നിന്നും ഹോസ്റ്റൽ റൂമിലെത്തുമ്പോൾ അനിതയ്ക്ക് ഒരു അന്താളിപ്പായിരുന്നു. റൂമിലെത്തി തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന നന്ദനയെ കണ്ടപ്പോൾ അത് വർദ്ധിച്ചു. മോളെ എന്ന ഒറ്റ കരച്ചിലായിരുന്നു അനിത. നീതുവിന് ഒന്നും മനസ്സിലായില്ല. അമ്മ എന്തൊക്കെയായി കാണിക്കുന്നത്? അവൾ അമ്പരന്നു. നന്ദനയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് ചേച്ചിക്ക് ഛർദ്ദിക്കാൻ വന്നത്. അതിന് അമ്മ എന്തിനായി ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നവൾ ഓർത്തു. അമ്മയോടൊന്നും പറയേണ്ടി വന്നില്ല. എല്ലാം ഒരു നിമിഷം കൊണ്ട് അമ്മ അറിഞ്ഞു എന്നവൾക്ക് മനസ്സിലായി. അവൾ തളർച്ചയോടെ അമ്മയെ നോക്കി. മോളെ, നീ ഒരു അമ്മയാകാൻ പോവുകയാണോ? നീ ഗർഭിണിയാണോ? ഇടറുന്ന ശബ്ദത്തിൽ അനിത ചോദിച്ചു. ഉവ്വ് അമ്മേ, അമ്മ ഒരുപാട് നേർച്ചകൾ ചെയ്തിരുന്നില്ലേ? അത് അന്ന് സംഭവിച്ചില്ല. ഇപ്പോൾ അർജുനേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ച ആ നിമിഷം എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്നു, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവരുടെ സംഭാഷണങ്ങൾ കേട്ടപ്പോഴാണ് നീതുമോൾക്ക് എല്ലാം മനസ്സിലായത്. നമ്മൾ ഇനി എന്തു ചെയ്യും മോളെ? അനിത പറഞ്ഞപ്പോൾ നന്ദന ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ആ മാറിലേക്ക് വീണവൾ തേങ്ങിക്കരഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങൾ എല്ലാം അണപൊട്ടിയൊഴുകി. അവളെയൊന്ന് സമാധാനിപ്പിക്കാൻ പോലും ശേഷിയില്ലാതെ നീതുവും അനിതയും തളർന്നിരുന്നു. എത്ര നേരം അങ്ങനെ നിന്നു എന്നവൾക്ക് മനസ്സിലായില്ല. തൻ്റെ സങ്കടങ്ങൾ മാറുന്നതുവരെ അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. മോളെ, നീ പോയി മുഖം കഴുകി വാ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, അനിത പറഞ്ഞു. നന്ദന മെല്ലെ വാഷ് ബേസിനരികിലേക്ക് പോയി. അവളുടെ മുഖം കരഞ്ഞ് കരഞ്ഞ് ചെമ്പരത്തി പൂവ് പോലെയായി. നന്ദനയുടെ മുഖം കണ്ടപ്പോൾ നീതുവിനും സങ്കടമായി. അർജുൻ്റെ കൂടെയുണ്ടായിരുന്ന സമയത്താണ് ഈ വാർത്ത കേട്ടതെങ്കിലെന്ന് അനിത മനസ്സിലോർത്തു. ആ വാർത്ത കേൾക്കാൻ അന്ന് അവർ ഒരുപാട് കൊതിച്ചിരുന്നു. നന്ദന ബെഡിൽ വന്നിരുന്നപ്പോൾ നീതുവും അടുത്ത് വന്നിരുന്നു. ഇനി എന്തായാലും നീ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട, അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് അനിത പറഞ്ഞു. നന്ദന നിസ്സഹായതയോടെ അനിത പറയുന്നത് കേട്ടിരുന്നു. എടുക്കാനുള്ളതെല്ലാം എടുക്ക്. നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്കാവില്ല. അന്ന് നീ നിന്റെ ഇഷ്ടത്തിന് അവിടെ നിന്നും പോന്നു. അപ്പോൾ നിനക്കതാണ് സമാധാനം തരുന്നതെങ്കിൽ അങ്ങനെയാകട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ദൈവം തന്ന ഈ വിധിയുമായി ഇവിടെ തനിയെ താമസിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല, അനിത പറഞ്ഞപ്പോൾ നന്ദനയ്ക്ക് അത് തട്ടിക്കളയാൻ തോന്നിയില്ല. അവരുടെ കൂടെ പോയാൽ തനിക്ക് തൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് അവൾ ഓർത്തു. അവൾ നീതുവിനെ നോക്കി. നീതുമോൾ നന്ദനയോട് അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊരവസ്ഥയിൽ നല്ലൊരു കെയറിങ് കിട്ടേണ്ട സമയമാണ്. അതുകൊണ്ട് ആരുമില്ലാത്തവളെ പോലെ ഇവിടെ കഴിയേണ്ട ചേച്ചി വീട്ടിലേക്ക് വാ. വീട്ടിലേക്കുമ്പോൾ എൻ്റെയും അമ്മയുടെയും ഒരു ശ്രദ്ധയുണ്ടാകും. പിന്നെ ഇത്രയ്ക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയില്ല, അവൾ പറഞ്ഞു. നന്ദനയ്ക്ക് അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. ലേഖ ഓഫീസിൽ നിന്നും വരുമ്പോൾ സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുന്ന നീതുവിനെയും നന്ദനയെയുമാണ് കണ്ടത്. എല്ലാം വീക്ഷിച്ചുകൊണ്ട് ഒരാൾ കസേരയിൽ വിഷാദത്തോടെ ഇരിക്കുന്നതും കണ്ടു. അത് നന്ദനയുടെ അമ്മയും അനുജത്തിയുമാണെന്ന് അവരെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അവൾക്ക് മനസ്സിലായി. കണ്ടിട്ടില്ലെങ്കിലും നന്ദനയിൽ നിന്നും അവരെപ്പറ്റി ധാരാളം കേട്ടിരുന്നു. അവർ എത്തിയതിന് ശേഷം എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ടെന്ന് ലേഖയ്ക്ക് മനസ്സിലായി. നീ വന്നോ? നീ കൂടി വന്നിട്ട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു, നന്ദന പറഞ്ഞു. നീയൊന്ന് വന്നേ. ലേഖ നന്ദനയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങി. എപ്പോഴാണ് അവർ വന്നത്? നീ പോവുകയാണോ? എന്തു പറ്റി? ലേഖ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. നന്ദന സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? ലേഖ തിരക്കി. അമ്മയും നീതുമോളും പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല, നന്ദന പറഞ്ഞു. നന്നായി. ഈ സാഹചര്യത്തിൽ നിനക്ക് വേണ്ടത് വീട്ടുകാരുടെ പരിചരണവും ശുശ്രൂഷയുമാണ്. നിന്റെ തീരുമാനം തന്നെയാണ് ശരി, ലേഖ പറഞ്ഞത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് ഒന്ന് തണുത്തു. വാർഡനോട് അവൾ അവിടെ നിന്നും പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. എല്ലാ ഹോസ്റ്റൽ ഫീയും സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ബാഗുകളെല്ലാം പുറത്തു വെച്ച് ലേഖയെ കെട്ടിപ്പിടിച്ച് നന്ദന യാത്ര പറഞ്ഞു.
ലേഖയുടെ മിഴികളിൽ കണ്ണീർ ചാലിട്ടൊഴുകി. ഇനിയും കാണാം, നന്ദന ലേഖയോടായി പറഞ്ഞു. ഹോസ്റ്റലിലെ മറ്റുള്ളവരോടും ലേഖയോടും വാർഡനോടുമെല്ലാം യാത്ര പറഞ്ഞ് നന്ദന ഓട്ടോയിൽ കയറി. അനിതയും നീതുമോളും പിന്നാലെ കയറിയപ്പോൾ ഓട്ടോ മുന്നോട്ടെടുത്തു. വീട്ടിലേക്ക് ഇങ്ങനെ പോകേണ്ടി വരുമെന്നവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ എന്നാണ് എല്ലാം ഒന്ന് അവസാനിക്കുന്നത് എന്നവൾ ഓർത്തു. ഓർക്കും തോറും അവളുടെ മിഴികൾ നിറഞ്ഞു. ഒരു ഗദ്ഗതം തൊണ്ടക്കുഴിയിൽ വന്നു നിന്നു. അവൾ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. രാകേഷ് നാട്ടിലുള്ളത് കാരണം പൂജ മേപ്പാട്ടേക്ക് താമസിക്കാൻ വരുന്നത് തന്നെ വളരെ വിരളമാണ്. വിവേകിൻ്റെ നിശ്ചയം കഴിഞ്ഞിട്ട് വേണം തനിക്ക് തിരിച്ചു പോകാമെന്ന മട്ടിലാണ് അവൻ. പ്രഭാവതി മുറിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ എന്തോ ആലോചനയിൽ കിടക്കുകയാണ്. പ്രഭാവതി ഒന്നും മിണ്ടാതെ അയാൾക്കരികിൽ വന്നിരുന്നു. എന്തേ, നിനക്ക് സുഖമില്ലേ? പ്രഭാവതിയിൽ നിന്നും ചോദ്യങ്ങളൊന്നുമില്ലാത്തത് കാരണം ചന്ദ്രൻ തിരക്കി. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇങ്ങനെയെല്ലാം ചോദിക്കാൻ ചന്ദ്രേട്ടൻ എങ്ങനെ കഴിയുന്നു? അല്പം ഈർഷ്യയോടെ തന്നെ പ്രഭാവതി തിരക്കി. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ? നിനക്ക് ഇഷ്ടമില്ലാത്തവൾ ഈ വീട്ടിൽ നിന്നും പോയില്ലേ? ഇളയ മകനാണെങ്കിൽ നാട്ടിലുണ്ട്. മൂത്ത മകൻ അവൻ ഇഷ്ടപ്പെട്ട ഒരാളെയും വിളിച്ചു വന്നിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ. പിന്നെ മകളുടെ ഭർത്താവ് നാട്ടിലുള്ള കാരണം മകളുടെ ജീവിതവും സന്തോഷത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ നീ ഇപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമല്ലേ? ചന്ദ്രൻ പറഞ്ഞു. ചന്ദ്രേട്ടൻ എന്നെ കളിയാക്കുകയാണോ? പ്രഭാവതി ചോദിച്ചു. ഞാൻ കളിയാക്കിയതൊന്നുമല്ല പ്രഭേ, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്, അയാൾ പരിഹാസത്തിൽ പറഞ്ഞു. ആ നന്ദനയോട് എന്തുകൊണ്ടോ എനിക്കൊരകൽച്ചയുണ്ടായിരുന്നുവെങ്കിലും അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കതൊരു ആശ്വാസമായിരുന്നു. പിന്നെ അർജുൻ്റെ കാര്യം, ഇനി അത് നോക്കുകയേ വേണ്ട. അവനിനി നമ്മൾ പറയുന്നതൊന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തലതെറിച്ചവൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എല്ലാം കഴിഞ്ഞു. പ്രഭാവതി അറിയാതെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. പിന്നെ ഒരു മോളുള്ളതാണെങ്കിൽ ഇപ്പോൾ പേരിന് വന്ന് തല കാണിച്ചു പോകും. നന്ദനയുണ്ടായിരുന്നപ്പോൾ ഇവിടെ ആ കുഞ്ഞിനെ നോക്കിയിരിക്കുകയല്ലാതെ ഒന്നും ചെയ്യില്ല. അവൾക്കും അവളുടെ ഭർത്താവിനും ആ നശിച്ചവളെ നിലവിളക്ക് കൊളുത്തി ഇങ്ങോട്ട് കയറ്റാഞ്ഞിട്ട് തിടുക്കമായിരുന്നു. എന്നാൽ അമ്മയ്ക്കൊരു സമാധാനമായിക്കോട്ടെ എന്ന് കരുതി അവൾക്കൊന്നു വന്നുകൂടെ? മടിച്ചി. പ്രഭാവതി പറഞ്ഞിട്ടും അവരുടെ രോഷം അടങ്ങുന്നില്ലായിരുന്നു. അത് വീണ്ടും ആളിക്കത്തി. എല്ലാറ്റിനും കാരണം നീയും നിന്റെ മോളുമാണ് പ്രഭേ. പൂജയെ ഇങ്ങനെ ആക്കിയതും നീയാണ്. നന്ദന ഇവിടെ വന്ന് കയറിയപ്പോൾ വീട്ടിലേക്ക് പുതിയൊരു ജോലിക്കാരിയെ കിട്ടി എന്ന മട്ടിലായിരുന്നല്ലോ നിന്റെ പെരുമാറ്റം. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നും പറഞ്ഞ് ചന്ദ്രൻ നെടുവീർപ്പിട്ടപ്പോൾ അതിനെതിരായി എന്തെങ്കിലും പറയാൻ പ്രഭാവതിയുടെ നാവ് ഉയർന്നില്ല. കുളി കഴിഞ്ഞ ശേഷം വേഷം മാറി അർജുൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ജനാലക്കരികിൽ നിൽക്കുന്ന കീർത്തനയെ കണ്ടു. അതോടെ ഒരു പുഞ്ചിരിയോടെ അർജുൻ അങ്ങോട്ട് നീങ്ങി. ജനാലക്കരികിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന കീർത്തനയെ അവൻ പുറകിൽ നിന്നും പുണർന്നു. അവൾ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. മോളെവിടെ? അവളുടെ കാതോരം അർജുൻ പതിയെ തിരക്കി. അവൾ മുറ്റത്ത് നിൽപ്പുണ്ട്, കീർത്തന പതിയെ പറഞ്ഞു. അർജുൻ, മോളുടെ സ്കൂളൊക്കെ ആകെ പ്രശ്നമാകുമല്ലോ, അവൾ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും ഓൺലൈനായി ക്ലാസ് നടക്കുന്നുണ്ടല്ലോ, കുറച്ച് ഇങ്ങനെ തന്നെ പോകാം, പിന്നെ നമുക്ക് നോക്കാം. അതും പറഞ്ഞ് കീർത്തനയെ കോരിയെടുത്ത് അർജുൻ ബെഡിലേക്ക് കിടത്തി. അവളിലേക്ക് അമരുമ്പോൾ അവനിൽ പ്രണയത്തിനേക്കാൾ മുന്നിട്ട് നിന്നത് കാമമായിരുന്നു. അവർ മാത്രമാകുന്ന സ്വകാര്യ നിമിഷങ്ങളിൽ നന്ദനയെപ്പോലെയല്ലായിരുന്നു കീർത്തന. അർജുനും നന്ദനയും തമ്മിലുള്ള ബന്ധം ഇരയും വേട്ടക്കാരനും പോലെയായിരുന്നുവെങ്കിൽ അർജുനും കീർത്തനയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന തുല്യ ശക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. കീർത്തന നെയ്യുന്ന ചിലന്തി വലയിൽ കുരുങ്ങി കിടക്കുമ്പോഴും അവളോടൊപ്പമുള്ള നിമിഷങ്ങളിലാണ് തൻ്റെ സ്വർഗം എന്ന് വിശ്വസിക്കാനായിരുന്നു അവനിഷ്ടം. ബാങ്കിലേക്ക് ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ യാദൃശ്ചികമായി പരിചയപ്പെട്ടതാണ് ശബരിയും അർജുനും. വീണ്ടും അവർ തമ്മിൽ കണ്ടുമുട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ ക്രമേണ അതൊരു സൗഹൃദത്തിലേക്ക് വഴിമാറി. ശബരിയുടെ ഭാര്യയായിരുന്നു കീർത്തന. ഇരുവരും സ്വന്തം വീട്ടുകാരുമായി അത്ര അടുപ്പത്തിലല്ലായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ശബരിയുടെ മരണം കീർത്തനയെ ആകെ തളർത്തി. അങ്ങനെ അവൾക്കൊരു രക്ഷകനായി അർജുൻ അവതരിച്ചു. അവളുടെ ദുഃഖത്തിൽ കൂടെ നിന്ന് പരിചരിച്ചു. അവൾക്കുണ്ടായിരുന്ന ബാധ്യതകളെല്ലാം അവൻ തീർത്തു. ശ്രീകുട്ടി കുഞ്ഞായതിനാൽ അവൾക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നതും അർജുനായിരുന്നു. അങ്ങനെ കുഞ്ഞുമായി അർജുൻ കൂടുതൽ അടുത്തു. പിന്നീട് പതിയെ കീർത്തനയുമായും. അവർ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ചെറിയ നോട്ടവും സ്പർശനവും അവർ പങ്കുവച്ചു തുടങ്ങി. പിന്നീട് ആ ബന്ധം എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചു. ഇരുനില വീടായിരുന്നു കീർത്തനയുടേത്. അവിടെ വാടകയ്ക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. സീറോ ബാലൻസ് ആയിരുന്ന കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് അർജുൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം വന്നു തുടങ്ങി. 2 വർഷത്തോളം ആരുമറിയാതെ അർജുൻ കീർത്തനയുമായുള്ള ബന്ധം തുടർന്നു. പിന്നീട് ചന്ദ്രൻ ഒരു സുഹൃത്ത് വഴി അർജുൻ്റെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു. ഒരിക്കൽ കേട്ടത് സത്യമാണോ എന്ന് അന്വേഷിക്കാനായി രാകേഷും ചന്ദ്രനും അവിടേക്ക് പോവുകയും ചെയ്തു. കീർത്തനയുടെ വീടിൻ്റെ മുൻപിൽ കാർ നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ അർജുൻ്റെ കാർ അവിടെ കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രന് കലിയിളകി. അവർ ബെല്ലടിച്ച് കാത്തുനിന്നു. അർജുനാണ് വാതിൽ തുറക്കുക എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ കീർത്തനയാണ് വാതിൽ തുറന്നത്. ആദ്യം അവൾക്ക് ആളെ മനസ്സിലായില്ല. കയറിയിരിക്കാൻ പറഞ്ഞു. പിന്നെ അതാരാണെന്നും അവരുടെ ഉദ്ദേശ്യവും മനസ്സിലായപ്പോൾ ചന്ദ്രനും കീർത്തനയും തമ്മിൽ വഴക്കിട്ടു. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അർജുൻ അവിടെ നിന്നും ഇറങ്ങി. എങ്ങനെയെങ്കിലും അർജുൻ്റെ വിവാഹം നടത്തണം എന്ന ചിന്ത മാത്രമായിരുന്നു പിന്നീട് മേപ്പാട്ടുകാർക്ക്. നന്ദനയെ പെണ്ണ് കാണാൻ പോയപ്പോൾ പെൺകുട്ടിക്ക് അച്ഛനും ആങ്ങളമാരുമില്ലെന്ന് മനസ്സിലായപ്പോൾ അത് നന്നായി എന്നും അങ്ങനെ ഒരു പെൺകുട്ടി അർജുൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവൻ ശരിയാകുമെന്നും ചന്ദ്രന് തോന്നി. പെൺമക്കൾ മാത്രമുള്ള വീട്ടിൽ നിന്നും വിവാഹം കഴിച്ചാൽ അത് പിന്നീടൊരു ബാധ്യതയാകും എന്നായിരുന്നു പ്രഭാവതിയുടെ പക്ഷം. എന്നാൽ എന്തു തന്നെ വന്നാലും വിവാഹം നടത്താൻ തന്നെയായിരുന്നു ചന്ദ്രൻ്റെ തീരുമാനം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം എറണാകുളത്തേക്ക് മടങ്ങിയ അർജുൻ ഒരു സുഹൃത്തിനെ കാണുകയും കീർത്തന ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിലാണെന്ന് അറിയുകയും ചെയ്തത്. അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അർജുനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതും കീർത്തന വിതുമ്പി. ഡിസ്ചാർജ് ആകുന്നത് വരെ അവൻ അവളുടെ കൂടെ തന്നെയുണ്ടായിരുന്നു. അവളുടെ കണ്ണുനീർ അവൻ്റെ ബലഹീനതയായിരുന്നു. അവൻ അവളെ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നന്ദനയെ അർജുൻ സ്നേഹിക്കുന്നതോ അവൾക്ക് അർജുനിൽ നിന്നും ഒരു കുഞ്ഞ് ജനിക്കുന്നതോ കീർത്തനയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. നന്ദനയുമായി അവനൊരു ജീവിതം തുടങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും അവൾക്കായില്ല. എങ്ങനെയെങ്കിലും നന്ദനയെ അർജുൻ ഡിവോഴ്സ് ചെയ്യണം എന്നത് കീർത്തനയുടെ ആവശ്യമായിരുന്നു. എന്നാൽ താനായിട്ട് ഡിവോഴ്സിന് അവളോട് പറയില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയുണ്ടായാൽ വീട്ടുകാരുടെ മുന്നിൽ താൻ വീണ്ടും തെറ്റുകാരനാകുമെന്നവന് തീർച്ചയുണ്ടായിരുന്നു. വീണ്ടും താൻ കീർത്തനയുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന് അവർ അറിയും എന്ന ആശങ്കയും അവനുണ്ടായിരുന്നു. ഒരിക്കലും അവൾക്ക് സ്നേഹവും പരിഗണനയും കൊടുക്കരുതെന്ന് കീർത്തന ഉപദേശിച്ചിരുന്നു. സ്നേഹവും പരിചരണവും നൽകാത്ത ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല എന്നവൾ എപ്പോഴും അർജുനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവൾ പറയുന്നതിനനുസരിച്ച് ആടുന്ന ഒരു കളിപ്പാവയായി മാത്രം അവൻ ഒതുങ്ങി. പിന്നീട് നന്ദനയ്ക്കുമേൽ പ്രഭാവതി ചാർത്തിയ കുറ്റം മുതലെടുക്കുകയായിരുന്നു അർജുൻ. പിന്നീടങ്ങോട്ട് അവൻ അതിന് മാത്രം തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ മദ്യലഹരിയിൽ അവൻ അവളെ ഒരുപാട് ശാരീരിക ദ്രോഹം ചെയ്തു, പീഡിപ്പിക്കുകയും ചെയ്തു. അവസാനം അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. വീട്ടിലേക്ക് വന്ന ശേഷം നന്ദനയ്ക്ക് കുറച്ചൊക്കെ സമാധാനം ലഭിച്ചിരുന്നു. നീതുവുമായി ഓരോ തമാശകൾ പറഞ്ഞിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ അവൾ എല്ലാം മറക്കും. അനിതയ്ക്കും മകളോടിപ്പോൾ ദേഷ്യമില്ല. അവൾക്ക് അങ്ങനെ ഒരു വിധി ദൈവം നൽകിയതാണെന്ന് വിശ്വസിക്കാൻ അവർ ശ്രമിച്ചു. നന്ദനയ്ക്കിപ്പോൾ ഛർദി അങ്ങനെ എപ്പോഴും ഉണ്ടാകാറില്ല. ക്ഷീണമെല്ലാം മാറിയ പോലെയായിട്ടുണ്ട്. വൈകുന്നേരം നീതുമോൾ കോളേജിൽ നിന്ന് വന്നപ്പോൾ നന്ദന അവൾക്ക് കാപ്പി കൊടുക്കാനായി അടുക്കളയിലേക്ക് പോയി. അനിത ഹോട്ടലിലാണ്. ഇനി വരുമ്പോൾ വൈകും. നീ മേലു കഴുകിയിട്ട് വാ, അവൾ അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. കാപ്പി ഗ്ലാസുകളിലേക്ക് പകർത്തുമ്പോൾ മറ്റൊരു അടുക്കളയുടെ ചിത്രം അവളിൽ തെളിഞ്ഞു വന്നു. അവിടെ താൻ അനുഭവിച്ചിരുന്നതെല്ലാം അവളുടെ മനസ്സിലേക്ക് അനുവാദം പോലും ചോദിക്കാതെ കടന്നു വന്നു. പ്രഭാവതി അടുക്കളയിലും പുറത്തും കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ അവൾ ഓർത്തു. അവൾക്ക് പൂജയെയും ഇവമോളെയും ഓർമ്മ വന്നു. ഇവമോളെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അർജുനേട്ടൻ്റെ വീട്ടുകാർ തന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകുമോ എന്ന ചിന്തയിൽ കാപ്പി ഗ്ലാസുകൾ അവൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അവിടെയുള്ള ആരും തന്നെ ഓർത്തില്ലെങ്കിലും അച്ഛൻ തന്നെ മറന്നു കാണില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു.
എല്ലാ ഓർമ്മകളും അവളിൽ മിന്നിമറഞ്ഞു. ഓർമ്മകൾക്ക് പുറകെ സഞ്ചരിക്കാൻ അവൾക്ക് ഭയം തോന്നി. അതിൽ നിന്നെല്ലാം ഓടിയൊളിക്കാൻ അവൾ ശ്രമിച്ചു. അതിന് തനിക്കാകണമെന്നും തൻ്റെ കുഞ്ഞിന് വേണ്ടി ആയിരിക്കണം തൻ്റെ ജീവിതമെന്നും അവൾ മനസ്സിലുറപ്പിച്ചു. നീതുമോൾ കൂടി വന്ന് രണ്ടുപേരും കൂടി കാപ്പി കുടിക്കുമ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തു. നീതുമോൾ ഫോൺ കയ്യിലെടുത്ത് ചേച്ചിക്ക് കൊടുക്കുമ്പോൾ ആരാ അതെന്ന് ആംഗ്യത്തിൽ നന്ദന ചോദിച്ചു. മാധവൻ സാറാണെന്ന് നീതു പറഞ്ഞുകൊണ്ട് അവൾ നന്ദനയുടെ നേരെ ഫോൺ നീട്ടി. ഇനിയിപ്പോൾ എന്തിനാവും മാധവൻ സാർ വിളിക്കുന്നത് എന്ന ചിന്തയിൽ അവൾ ഫോൺ വാങ്ങി. കോൾ ഓൺ ചെയ്ത് ഫോൺ കാതോട് ചേർത്തു. എന്തിനായിരിക്കും മാധവൻ സാർ വിളിക്കുന്നത് എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.